സോറോസും കൂട്ടരും നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുമ്പോഴാണ് ഇറ്റലിയിൽ നിന്ന് നരേന്ദ്രമോദി ഒരു നിധി കുംഭവുമായി എത്തുന്നത്. അതിൻ്റെ വിവരങ്ങൾ നമ്മൾ ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ABC പ്രേക്ഷകരുമായി ചർച്ച ചെയ്തു, അല്ലെ അവരുമായി വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ അവരൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുടുംബം ആരാണ്, എന്താണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താത്തത്. അപ്പോൾ ചേട്ടൻ തന്നെ ആ കാര്യങ്ങളൊന്നും വ്യക്തമാക്കി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. സിനുജി, അതിനകത്ത് അത് പറയും മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇതൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കാൻ പോകുന്ന, വരും ദിവസങ്ങളിൽ കൊടുങ്കാറ്റായി മാറാൻ പോകുന്ന ഒരു വിവാദമാണ്. വിവാദമല്ല, അഴിമതി കേസാണ്. ഇത് ഇന്ത്യയിൽ ആദ്യമായി പ്രേക്ഷകരോട്, ജനങ്ങളോട് പറഞ്ഞ ചാനലായി നമ്മൾ മാറിയിരിക്കുന്നു. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളും ഈ വിഷയം തൊട്ടിട്ടില്ല. നമ്മൾ ഇന്നലെ 2 മണിക്ക് ആണ് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ, 2 മണിക്കല്ല 3 മണിക്കാണ് ഷൂട്ട് ചെയ്ത് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കൂ, കേരളത്തിൽ എറണാകുളത്തിരിക്കുന്ന ഒരു ചെറിയ ചാനലാണ് ABC ന്യൂസ് മലയാളം. നമുക്ക് രാജ്യാന്തര തലത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെപ്പോലും പരാമർശിക്കുന്ന ഒരു അഴിമതി കേസിൻ്റെ വിധിന്യായം 2013 മുതൽ ഇറ്റാലിയൻ ഗവൺമെൻറ് രഹസ്യമായി വെച്ചിരുന്നത് പുറത്തായിരിക്കുന്നു, ഡീക്ലാസിഫൈ ചെയ്തു എന്നുള്ള വിവരം നമ്മുടെ ഒരു കൊച്ചു ചാനലാണ് ആദ്യമായി പറയുന്നത്. വളരെ ബ്രേക്ക് ചെയ്തു, നമ്മളാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ബ്രേക്ക് ചെയ്തത് നമ്മളാണ്. അതിനുശേഷം ഇന്നൊക്കെ ആയപ്പോൾ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മളത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു. ഇനിയിപ്പോൾ സിനു ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് ഈ പേരുകൾ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അത് സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകരൊന്നും അത് വിശദീകരിക്കാറില്ല. നമ്മളെ സംബന്ധിച്ച് ആ ഓർഡറിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നില്ല. പക്ഷേ ആ ആളുകളെ മനസ്സിലാവുന്ന തരത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. നമുക്കത് ടെലഫോൺ വഴി വായിച്ചു കേട്ട വളരെ റിലയബിളായ ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് ടെലഫോണിലൂടെ പറഞ്ഞു തന്ന, നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്നതിൽ അത് വിശ്വസനീയമാണ്, 100% വിശ്വസനീയമാണെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും അതിൻ്റെ സൂചനകൾ കൊടുത്ത് ഒരു ദിവസത്തേക്ക് നമ്മൾ അത് മാറ്റിവെച്ചത്, നമുക്ക് ആ ജഡ്ജ്മെൻറ്റിൻ്റെ 255 പേജുകളുള്ള ആ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നു. അതങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ കരുതുന്നത്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിളായിട്ടുള്ള ജോലിയാണ്, ഉത്തരവാദപ്പെട്ട ജോലി ആയതുകൊണ്ട് നമ്മളത് 225 പേജുള്ള ആ വിധിന്യായം, 255 അല്ല 225 പേജുള്ള ആ വിധിന്യായം പൂർണ്ണമായും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ നമ്മളതൊന്ന് ഹോൾഡ് ചെയ്തു. അത് നമ്മുടെ ഒരു വിശ്വാസ്യതയുടെ ഭാവം കൂടിയാണ്. പക്ഷേ നമ്മുടെ സോഴ്സിനെ മുഖവിലക്കെടുത്ത് വിശ്വസിച്ച് നമ്മളതിലെ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. വ്യക്തമായിട്ട് തന്നെ 3-4 സ്ഥലങ്ങളിൽ ഇന്ന ആളാണെന്നുള്ള സൂചന നമ്മൾ നൽകി. അത് നമ്മൾ പറഞ്ഞു, ഇന്ന പേജുകളിൽ നമ്മൾ പറഞ്ഞു. അതിൻ്റെ 193, 204 പേജുകളിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ കുടുംബത്തിൻ്റെ മേധാവിയുടെ പേര് പറയുന്നുണ്ട്. അതാണ് ഇൻവെർട്ടർ കോമ, രാഷ്ട്രീയ കുടുംബം അല്ലേ? രാഷ്ട്രീയ കുടുംബം. അത് രാഷ്ട്രീയ കുടുംബത്തിൻ്റെ മേധാവി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ആ രാഷ്ട്രീയ കുടുംബത്തിൻ്റെ പേര്, മേധാവിയുടെ പേര് സോണിയാഗാന്ധി എന്നാണ്. അത് മാഡം ഗാന്ധി, അതായത് ഇറ്റാലിയൻ ഭാഷയിൽ സിനോറ ഗാന്ധി എന്ന് പറയുന്നുണ്ട്. അത് ഗാന്ധിയാണെന്ന് വിധിന്യായത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. 4 തവണ. ഇനി മറ്റൊന്നുകൂടെ പറയാം. അതിൻ്റെ പേജ് നമ്പർ 163, 164 പേജുകളിൽ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ കുറിച്ചാണ്. പിന്നെ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു, അഹമ്മദ് പട്ടേൽ, ഈ രാഷ്ട്രീയ കുടുംബത്തിൻ്റെ മേധാവിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് പട്ടേൽ എന്ന് നമ്മൾ പറഞ്ഞു. കാരണം അഹമ്മദ് പട്ടേലിനെ ഈ കേസിൽ ED ചാർജ് ഷീറ്റ് കൊടുത്തിരുന്നതാണ്. അതും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാതിരുന്ന പേരുകൾ എന്ന് പറയുന്നത്, അന്നത്തെ AICC ജനറൽ സെക്രട്ടറി സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്ത, പൊളിറ്റിക്കൽ കുടുംബത്തിൻ്റെ മേധാവിയുടെ ഏറ്റവും അടുത്ത സഹചാരിയായിരുന്ന ഒരു AICC ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ AICC ജനറൽ സെക്രട്ടറിയുടെ പേര് നമ്മളിപ്പോൾ പറയുന്നു. അത് ഓസ്കാർ ഫെർണാണ്ടസ് ആണ്. കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. മിലാൻ കോർട്ട് ഓഫ് അപ്പീൽ, മിലാനിലെ കോടതി വിധിയിൽ 2013 മുതൽ ഒളിച്ചു വെച്ചിരുന്ന, പുറത്തുവിടാതെ രഹസ്യരേഖയാക്കി വെച്ചിരുന്ന, ഇതിനകത്ത് പറയുന്ന AICC ജനറൽ സെക്രട്ടറി ഓസ്കാർ ഫെർണാണ്ടസ് ആണ്. അതിൽ മറ്റൊന്നുണ്ട്, അന്നത്തെ NSA, ഇന്നത്തെ അജിത് ഡോവലിന് തുല്യമായ പദവിയിൽ അന്നിരുന്ന ആളുടെ പേര് MK നാരായണൻ എന്നാണ്. മലയാളിയാണ്. NSA. ഇത്രയും ആളുകളുടെ പേര് പറയുന്നുണ്ട്. ഇനി ഏറ്റവും രസകരമല്ല, ഏറ്റവും ഗൗരവമുള്ള കാര്യം, ഇതിൻ്റെ ഈ അഗസ്ത വെസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഹെലികോപ്റ്ററുകൾ, അത്
നിർമ്മിച്ച കമ്പനി ഫിൻ മെക്കാനിക്ക എന്ന കമ്പനിയാണ്. അഗസ്ത വെസ്റ്റ്ലാൻഡിൻ്റെ മദർ കമ്പനിയാണ്. അതിൻ്റെ ചെയർമാനായ ഗുസെപ്പെ ഓർസി, അത് ഗുസെപ്പെ എന്നുള്ളത് ജുസെപ്പെ എന്നും പറയണമെന്ന് നമ്മുടെ പ്രേക്ഷകർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇറ്റാലിയൻ പ്രൊനൗൺസിയേഷൻ ജുസെപ്പെ എന്നാണ്. ജി ആണേലും ജുസെപ്പെ എന്ന് വായിക്കണമെന്ന് നമ്മുടെ പ്രേക്ഷകർ തിരിച്ചിട്ടുണ്ട്. ഓർസി എന്ന് പറഞ്ഞാൽ മതി. അതെ, ജുസെപ്പെ ഓർസി. അദ്ദേഹം ഈ ഇടപാടിനെ സംബന്ധിച്ച് കോടതി വിചാരണയിൽ കുറ്റസമ്മതം നടത്തി. അത് നമ്മളിതിൽ പറഞ്ഞു. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തെ അന്താരാഷ്ട്ര അഴിമതി, കൈക്കൂലി, കള്ളപ്പണ ഇടപാട് എന്നതിൻ്റെ പേരിൽ മിലാൻ കോർട്ട് ഓഫ് അപ്പീൽ, മിലാനിലെ പരമോന്നത കോടതി, നമ്മുടെ ഹൈക്കോടതി പോലെയുള്ള കോടതി, അദ്ദേഹത്തെ അപ്പീൽ കോടതിയാണ്, അതിനപ്പുറത്ത് വേറെ അപ്പീലില്ല. ശിക്ഷയാണ്. അദ്ദേഹത്തെ 4.5 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇറ്റാലിയൻ കോടതി അഴിമതിയുണ്ട് എന്ന് കണ്ടെത്തി അതിൻ്റെ ഉത്തരവാദികളായ ആളുകളെ തടവിന് ശിക്ഷിച്ച കേസിലാണ് ഈ അഴിമതിയിൽ ഭാഗഭാക്കായ ഇന്ത്യക്കാരുടെ പേര് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിമാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. 163, 164 പേജിൽ ഈ അഴിമതി കേസിൽ ഇന്ത്യയിലെ അന്നത്തെ പ്രധാനമന്ത്രിയുടെ പേര് പറയുകയാണ്. കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ. രാജ്യത്തെ പ്രധാനമന്ത്രി അഴിമതി കേസിൽ ആലോചിക്കൂ, ചരിത്രത്തിലാദ്യമാണ് ഒരു വിദേശ രാജ്യം നമ്മളുമായി നടത്തിയ ഇടപാടിൽ അഴിമതി നടക്കുകയും അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പങ്കുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇനി വളരെ രസകരമായൊരു കാര്യം പറയും. ഇതിൽ പറയുന്ന 2 പേരുകൾ പറയാം. ഒന്ന് മരിയോ മൊണ്ടി എന്ന് പറയുന്ന ആളുടെ പേര് പറയുന്നുണ്ട്. ആ കാലയളവിലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്നു അംബി ടെറാസിയാനോ, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായിരുന്നു. ഈ ഓർസി തടവിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിക്കൊരു കത്തയക്കുന്നുണ്ട്. ഈ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ കോടതി കൊണ്ടുവന്നു. അതിനകത്ത് പറയുന്നതെന്നറിയോ, നിങ്ങൾ എത്രയും പെട്ടെന്ന് മോണ്ടിയെ, അതായത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായിയായ ടെറാസിയാനോയെ വിളിക്കണം. എന്നിട്ട് ആ സിംഗിനെ വിളിച്ചിട്ട്, ഏത് സിംഗ്? മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ആ സിംഗിനെ വിളിച്ചിട്ട് ഇതിലെ ഫർദർ പ്രൊസീഡിങ്സ്, തുടർ നടപടികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടണം ഇന്ത്യയിൽ എന്ന് എഴുതിയ കത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എനിക്ക് തോന്നുന്നത് അങ്ങനൊരു വിളി പോയിട്ടുണ്ടാവണം. അങ്ങനൊരു വിളി പോയതിന് ശേഷം അക്കാലത്ത് നമ്മുടെ രാജ്യത്തെ ഏജൻസികൾ തന്നെ ഇതിനകത്ത് ചില ക്രമക്കേടുകൾ കണ്ടെത്തി എന്നതിനെ തുടർന്നാണ് കേസൊക്കെ ആരംഭിക്കുന്നത്. സ്വിച്ചിട്ട പോലെ അന്വേഷണം നിന്നു. പ്രതിരോധ വകുപ്പ് പിന്നീട് ഒന്നും മുന്നോട്ട് നീങ്ങിയില്ല. നമുക്ക് വളരെ അപമാനകരമായ ഒരു കാര്യം ഞാനിപ്പോൾ പറയാം. ആ കാലയളവിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി നമ്മുടെ ആദർശത്തിൻ്റെ പുണ്യാളനായ AK ആൻ്റണി ആയിരുന്നു. AK ആൻ്റണി പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോഴേ നടന്നു. അതിനുശേഷം അന്വേഷണം ആരംഭിച്ചു. ഈ ഓർസി മോണ്ടിയെയും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ മോണ്ടിയെ അല്ലെങ്കിൽ അയാളുടെ സഹായിയെ വിളിച്ച് ഇതിൽ ഇന്ത്യ ഗവൺമെൻറ് മറ്റ് നടപടികൾ എടുക്കുന്നത് വിലക്കണം എന്ന് ആവശ്യപ്പെട്ട് കത്ത് ജയിലിൽ നിന്ന് അയച്ചതിന് ശേഷം ഇന്ത്യയിൽ പിന്നെ ഒരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ ഈ ഓർസിയുടെ കത്ത് പ്രകാരം ഓർസിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായ ടെറാസിയാനയോ ആരോ വിളിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വിളി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് തുടരന്വേഷണം ഉണ്ടാവാതെ പോയത്. നോക്കൂ, ഇതിനകത്ത് രാഷ്ട്രീയ കുടുംബം, സോണിയാഗാന്ധിയുണ്ട്, ഫെർണാണ്ടസ് ഉണ്ട്, ഇന്ത്യയുടെ NSA ഉണ്ട്, നമ്മുടെ ഉദ്യോഗസ്ഥരുണ്ട്, ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ളപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആവശ്യപ്പെടുന്നു ഈ രേഖകൾ പുറത്തു വരാതെ സൂക്ഷിക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി മോണ്ടിയോട് ആവശ്യപ്പെട്ടതുകൊണ്ടാവാം അത് പെട്ടെന്ന് തന്നെ ഈ കോടതി വിധി ഡീക്ലാസിഫൈ ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഇനി എന്തായിരുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയാം. എന്താണ് ഈ ഇടപാട്? അഗസ്ത വെസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ, അഗസ്ത വെസ്റ്റ്ലാൻഡ് AW101 എന്ന് പറയുന്ന 12 ഹെലികോപ്റ്ററുകൾ ഇന്ത്യ വാങ്ങാൻ തീരുമാനിക്കുന്നു. അതുവരെ നമ്മുടെ രാജ്യത്തെ VIP-കൾ ഉപയോഗിച്ചിരുന്ന M8 എന്ന് പറയുന്ന ഹെലികോപ്റ്ററുകളായിരുന്നു. അതിന് പകരം വാങ്ങാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഡിഫൻസിൻ്റെ ഒരു പാരാമീറ്റർ അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ VVIPകൾ, വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ്, VIP-കളല്ല, VVIPകൾ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററുകൾ 6000 മീറ്റർ ഉയരത്തിലെ പറക്കാൻ, 6000 അടി അല്ലേ, മീറ്ററാണ് ഉയരത്തിലാണ് പറക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദികളൊക്കെ കയ്യിൽ കൊണ്ടു നടക്കുന്ന റോക്കറ്റുകളുണ്ടല്ലോ, ഈ റോക്കറ്റ് ലോഞ്ചറുകളുടെ പരിധിക്ക് പുറത്തായിരിക്കണം.
അതാണ് ഹൈറ്റ് പറയുന്നത്. പക്ഷേ അപ്പോൾ അഗസ്ത വെസ്റ്റ്ലാൻഡ് AW101 എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൻ്റെ പക്ഷേ ഉയർന്നു പറക്കാനുള്ള പരിധി 4500 മീറ്റർ ആയിരുന്നു. ഇവിടെയാണ് അന്നത്തെ എയർ ചീഫ് മാർഷലായിരുന്ന ത്യാഗി എന്ത് ചെയ്തു, റിപ്പോർട്ട് എഴുതി കൊടുത്തു. അത്രയൊന്നും വേണ്ട, 4500 മീറ്റർ പറക്കാൻ പറ്റുന്ന ഹെലികോപ്റ്റർ വാങ്ങിയാൽ മതി. അതോടുകൂടിയാണ് അഗസ്ത വെസ്റ്റ്ലാൻഡ് 101 വാങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇത് വെറുതെ അല്ലെന്ന് മാത്രമല്ല, ജുസപ്പെ ഓർസി എഴുതിയ ഒരു രേഖയിൽ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഇനി ആരും MI-8 ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കത്തില്ല. ഇത് വേണ്ടത് പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും വേണ്ടിയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് മാഡം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ മാഡം പറഞ്ഞിട്ടുണ്ട്, ഇനി ഇത് ആരും ഉപയോഗിക്കത്തില്ല. MI-8 എന്ന് പറയുന്ന ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിൽ ആരും ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് അഗസ്ത വെസ്റ്റ്ലാൻഡ് AW101 നമുക്ക് വാങ്ങാൻ കഴിയും, വിൽപ്പന നടത്താൻ കഴിയുമെന്ന് പറഞ്ഞു. ഇതിനകത്തൊരു വിൽപ്പന ഏജൻറ്റായ ക്രിസ്ത്യൻ മൈക്കൽ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ ഇതിൻ്റെ ഇടനിലക്കാരനായ ഏജൻറ്റായിരുന്നു. അദ്ദേഹം ഇതിൻ്റെ വിൽപ്പന ഏജൻറ്റായ പീറ്റർ ഡ്യൂ ലൈറ്റിന് എഴുതിയ കത്ത് കിട്ടിയിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നതെന്നറിയോ, ഈ VVIPക്ക് വേണ്ടിയുള്ള ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള നീക്കത്തിൻ്റെ പ്രേരണ, ചാലകശക്തി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മാഡമാണ്. ഇന്ത്യയിലെ മാഡത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് ഇത് വാങ്ങാൻ പോകുന്നത്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, മാഡം പറഞ്ഞിട്ടുണ്ട് MI-8 ഇനി ആരും ഇന്ത്യയിൽ ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് അഗസ്ത വെസ്റ്റ്ലാൻഡ് AW101 തന്നെ വാങ്ങണം. മാഡമാണിതിൻ്റെ പ്രേരണ, ചാലകശക്തി മാഡത്തിൻ്റെ ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇനി ഇന്ത്യയുമായുള്ള എല്ലാ ഇടപാടുകളിലും ഈ മാഡവും മാഡത്തിൻ്റെ അടുത്ത ആളുകളുമായി നിങ്ങൾ നിരന്തര സമ്പർക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്ന് ഈ ഇത്തരം ആയുധ ഇടപാടിൻ്റെ ഇടനിലക്കാരനായ ക്രിസ്ത്യൻ മൈക്കേൽ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റായ പീറ്റർ ഹൂലൈറ്റിന് എഴുതിയ കത്ത് കോടതിയിൽ മുമ്പാകെ നോക്കൂ. ഇന്ത്യയിലെ രാഷ്ട്രീയ കുടുംബം, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മാഡമാണ് ഈ ഹെലികോപ്റ്റർ ഡീൽ നടക്കുന്നത്. ഇതും മാത്രമല്ല, ഭാവിയിൽ നടക്കാനുള്ള എല്ലാ ഏർപ്പാടുകൾക്കും മാഡം ചാലകശക്തിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കച്ചവടക്കാർ നിരന്തരമായി മാഡത്തിൻ്റെ അനുയായികളുമായി ബന്ധം സ്ഥാപിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഔദ്യോഗിക പദവിയൊന്നും വഹിക്കാതിരിക്കില്ല മാഡം. അപ്പോൾ മാഡത്തിന് എന്തോ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എന്തോ UPA അധ്യക്ഷ. മൻമോഹൻ സിംഗ് പോലും അവരുടെ പപ്പറ്റായിരുന്നു എന്ന് പറഞ്ഞത് വ്യക്തമാക്കുന്ന രേഖയാണിത്. അപ്പോൾ ഇതെങ്ങനെ തള്ളിക്കളയാൻ പറ്റും? നമുക്ക് നോക്കുന്നത് ഇതിനകത്ത് മാത്രമല്ല, ഈ കേസിൻ്റെ വിചാരണ നടക്കുമ്പോൾ ഇതെല്ലാം ഗസപ്പയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. ഗൈഡോ ഹാഷ്കെയുടെ എന്ന് പറയുന്ന മറ്റൊരു ദല്ലാളുണ്ട്. ഗൈഡോ ഹാഷ്കെ എന്ന് പറയുന്ന മറ്റൊരു ഇടനിലക്കാരുണ്ട്. അയാളുടെ വീട്ടിൽ നിന്നാണ് ഈ ഡോക്യുമെൻറ്റ്സ് കൈകൊണ്ടെഴുതിയ നമ്മുടെ ഇവിടെ മാസപ്പടി രേഖ എന്നൊക്കെ പറയുന്നത്, അതുപോലെയുള്ള ഈ ഡയറി കുറിപ്പുകൾ മുഴുവൻ പിടിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ്. അതിനുശേഷം കോടതി ഈ ഓർസിയെയും ഈ ഗൈഡോ ഹാഷ്കെയും ഇതിനകത്ത് പറയുന്ന ആളുകളുടെ ഫോട്ടോ കാണിച്ചു, സോണിയാഗാന്ധിയുടെ ഫോട്ടോ കാണിച്ചു, അഹമ്മദ് പട്ടേലിൻ്റെ ഫോട്ടോ കാണിച്ചു. ഇതെല്ലാം ഒരു കോടതിയിൽ വെച്ച്, വേറെ എവിടെ വെച്ചല്ല, ഓപ്പൺ കോർട്ടിൽ, ട്രയൽ കോർട്ടിൽ വെച്ച് തിരിച്ചറിഞ്ഞു, ഇതാണ് മാഡം സോണിയാഗാന്ധി, ഇതാണ് അവരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് പട്ടേൽ, ഇവരുമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. നോക്കൂ, ഇത് ഒരു കോടതി മുമ്പാകെ വിചാരണ ഇവരുടെ വേളയിൽ ഹാജരാക്കപ്പെട്ട തെളിവുകളാണ്. നമ്മുടെ രാജ്യത്ത് എല്ലാവരും പറയും കോടതി വിധിച്ചു, കോടതി അങ്ങനെ പറഞ്ഞു, കോടതിക്ക് വലിയ വിശുദ്ധ പദവി കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ കോടതിക്ക് മാത്രമല്ലല്ലോ, ലോകത്തെ എല്ലാ കോടതികൾക്കും വിശുദ്ധ പദവിയില്ലേ. അവിടെ ഈ പറയുന്ന ഗുസപ്പെ ഓർസിയെ ഇറ്റാലിയൻ കോടതി 4.5 വർഷം തടവിന് ശിക്ഷിച്ചു. പക്ഷേ ആ അഴിമതി കേസിലെ കൂട്ടുപ്രതികളാണ് ഇന്ത്യയിലെ ഇന്ന് അധികാരം കൈയാളുന്ന പരമോന്നത കുടുംബം, സോണിയാഗാന്ധിയുടെ കുടുംബം. രാഹുൽ ഗാന്ധിയുടെ അമ്മ, പ്രിയങ്ക ഗാന്ധിയുടെ അമ്മയെക്കുറിച്ചാണ്, വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്ന പ്രിയങ്ക ഗാന്ധിയുടെ അമ്മയെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ മാഡം എന്ന് പറഞ്ഞിരിക്കുന്നത്, മാഡം എന്നല്ല, പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പേജ് നമ്പർ 193, 204 പേജുകളിലായിട്ട് 4 തവണ സോണിയാഗാന്ധിയുടെ പേര് പറയുന്നുണ്ട്. പേര് സോണിയാഗാന്ധിയാണ് ഇതിന് വേണ്ടി ഇതിൻ്റെ ബെനിഫിഷ്യറി. മാത്രമല്ല മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, അതാണ് ഏറ്റവും നിർണായകമായ രസകരമായ കാര്യം. ഈ പണം എന്ത് ചെയ്തു? ഇങ്ങനെ 3600 കോടിയുടെ ഈ ഡീലിൽ കിട്ടിയ 600 കോടി രൂപ പലർക്കായി വിധിച്ചു. ഇത് കുടുംബത്തിന് വേണ്ടി വിധിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചതായിട്ട് അഹമ്മദ് പട്ടേലാണ് ഈ പണം കൈമാറിയത്.
കൈപ്പറ്റിയത് അഹമ്മദ് പട്ടേലാണ് കണം പറ്റിയത്. ഇത് കുടുംബവുമായി പങ്കിടുന്നതിനെക്കുറിച്ച് അഹമ്മദ് പട്ടേൽ സംസാരിച്ചു. ഇന്ന ആളുകൾക്ക് ഇതിൻ്റെ വിഹിതം കൊടുക്കണമെന്ന് പറഞ്ഞതായും കോടതി രേഖയിലുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും രസകരമായ, ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം ഇവിടെ പറയാം. ഈ പണം മാറ്റിയത്, കിട്ടിയ അഴിമതി പണം ഇന്ത്യയിൽ നിക്ഷേപിച്ചില്ല, നിക്ഷേപിച്ചത് മൗറീഷ്യസിലാണ്. ഈ പണം, ഈ കമ്മീഷനായി കിട്ടിയ പൈസയൊക്കെ മൗറീഷ്യസിൽ. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം തവണ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഏതൊക്കെ രാഷ്ട്രത്തലവന്മാർ വന്നിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു, മാൽദീവ്സിൽ നിന്നുണ്ടായിരുന്നു, മൗറീഷ്യസിൽ നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ മോദി 9ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മൗറീഷ്യസിൻ്റെ ഭരണത്തലവനും ഇന്ത്യയിലുണ്ടായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം മോദി എവിടെ പോകുന്നു? ഇറ്റലിയിൽ പോകുന്നു. മെലോണിയുമായിട്ടുള്ള സൗഹൃദം കണ്ടിരുന്നു. മെലോഡി എന്നൊക്കെ പറഞ്ഞ് മെലോനി ഒരു വീഡിയോ ഒക്കെ എടുത്ത്, റീൽസ് എടുത്ത് ലോകത്തിൽ ഗ്ലോബൽ ഹിറ്റായി. സെൽഫി എടുത്തിട്ട് അതിനെല്ലാം ശേഷം നടന്ന ചർച്ചയ്ക്കിടയിൽ രഹസ്യമായി വെച്ചിരുന്ന ഇറ്റാലിയൻ ഗവൺമെൻറ് ഈ പറഞ്ഞ മരിയോ മോണ്ടി എന്ന് പറയുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി ക്ലാസിഫൈ ചെയ്ത് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആ ഡോക്യുമെൻ്റ് 225 പേരുള്ള മിലൻ കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇറ്റലി ഡീക്ലാസിഫൈ ചെയ്തു. അതായത് നരേന്ദ്രമോദിയുടെ ആവശ്യപ്രകാരം മെലോനി അതിൻ്റെ രഹസ്യ സ്വഭാവം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പിൻവലിച്ച് അത് പബ്ലിക്കാക്കുന്നു. നോക്കൂ, കോടതി വിധികൾ ലോകത്തെല്ലായിടത്തും പബ്ലിക് ഡോക്യുമെൻ്റാണ്, ആർക്കും ആക്സസ് ചെയ്യാവുന്നതാണ്. ആ ഡോക്യുമെൻ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ മൗറീഷ്യസ് പ്രധാനമന്ത്രി ഇവിടെ വന്നതും മോദി ഇറ്റലിയിൽ പോയതും മെലോനിയുമായിട്ടുള്ള സൗഹൃദവും ഒക്കെ വെറുതെ കഥയല്ല. അപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾ റാഫേൽ പറയുമായിരുന്നല്ലോ. റാഫേൽ പറഞ്ഞിട്ട് എന്ത് പറ്റി? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറഞ്ഞു ഇതിനകത്ത് ഒരു കേസുമില്ല, ഇത് വ്യാജ അഴിമതി ആരോപണമെന്ന് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇറ്റാലിയൻ കോടതി അഴിമതി നടന്നുവെന്ന് തെളിവ് സഹിതം കണ്ടെത്തി അതിലെ ഇറ്റലിക്കാരായ ഇറ്റാലിയൻ കൗണ്ടർ പാർട്സിനെ ശിക്ഷിച്ചു. കേസിലെ വിചാരണ നേരിടാത്ത കക്ഷികളായിട്ട് നിൽക്കുകയാണ് ആരൊക്കെ? ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിയുടെ കൈയിലും കാലിലും ചിന്തകളിലും ചരടിട്ട് കെട്ടി പാവ കളിപ്പിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ പരമോന്നത നേതാവായ ഇറ്റലിക്കാരി സോണിയാഗാന്ധി. അതൊരു പ്രധാനമാണല്ലോ, ഇറ്റലിക്കാരി സോണിയാഗാന്ധി. അപ്പോൾ ഇറ്റലി പോലും ഇപ്പോൾ സോണിയുടെ കൂടെ ഇല്ല. ഇത് നമ്മുടെ രാജ്യത്ത് വാർത്ത ആയി വരുന്നതേ ഉള്ളൂ. നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഈ ഇപ്പോൾ ഒരു 3ാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 3ാം നരേന്ദ്രമോദി സർക്കാർ ഒരു വളരെ ദുർബലമായ സർക്കാരാണ്. ഈ സർക്കാരിനെ ഞങ്ങൾ കുടഞ്ഞ് താഴെയിടും എന്നൊക്കെ പറയുന്ന ആളുകൾ ഇനി വരും ദിവസങ്ങളിൽ ഈ കോടതി വിധിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. ഇത്രയും വലിയൊരു ഇഷ്യൂ നമ്മൾ ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവരുന്നത് രാജ്യത്ത് തന്നെ. ഇതെല്ലാം കൊണ്ടുവന്നിട്ടും ഇത് പറഞ്ഞ സുനിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നില്ല, പേര് പറയുന്നില്ല. ഇതായിരുന്നു നമ്മുടെ കമൻറ്റിൻ്റെ മൊത്തം. നമ്മൾ സാധാരണ ആരും പറയാറില്ല എന്തുകൊണ്ട്. നമ്മൾ അതിന് വിശദീകരണം കൊടുത്തു. നമുക്ക് ഒരു ടെലഫോണിലൂടെ പറഞ്ഞു കിട്ടിയ സാധനമാണ്. പക്ഷേ ആ കിട്ടിയ പാടെ നമ്മളത് ചെയ്തു. അതിൻ്റെ ഡോക്യുമെൻ്റ് പിന്നാലെ വരും അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നമുക്ക്. ഇപ്പോൾ അതാ കേൾക്കൂ, ആ ഡോക്യുമെൻറ്റ്സ്, കയ്യെഴുത്ത രേഖകൾ, കോടതി വിധിയുടെ ഭാഗങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിഗ്രഹങ്ങൾ ഇനി വീണ്ടും ഉടയുമല്ലോ. ഒരുപാട് വിഗ്രഹങ്ങൾ ഉടയുന്നതല്ല. അല്ല, കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി എത്രത്തോളം അഴിമതിയുടെ കൂടാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള സ്ത്രീ പോലും ഏറ്റവും വലിയ അഴിമതിക്കാരൻ. ഇന്നിപ്പോൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ലോകത്തെ ഏറ്റവും സമ്പന്നരായ ആളുകളുടെ പട്ടികയൊക്കെ ഫോപ്പ് മാർക്സിനൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട്. അവരൊന്നും അല്ല ലോകത്തിലെ ഏറ്റവും സമ്പന്നയായ രാഷ്ട്രീയ നേതാവ് സോണിയാഗാന്ധിയാണ് എന്നൊക്കെ പറഞ്ഞ് ചില മെസ്സേജുകൾ വാട്സാപ്പിൽ പറഞ്ഞു നടക്കാറുണ്ട്. ഇത് അഗസ്ത വെസ്റ്റ്ലാൻഡ് AW101 എന്ന് പറയുന്ന മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ദീർഘകാലത്ത് നടന്ന ഒരിടപാടിൻ്റെ വിവരം മാത്രമാണ് വന്നിരിക്കുന്നത്. അല്ലയോ നിഷ്കളങ്ക സിനു, അങ്ങക്ക് കരുതാൻ പറ്റുമോ ഈ ഒരു ഇടപാട് മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന്? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. എത്രയോ നൂറുകണക്കിന് ഇടപാടുകൾ പൊതുജനങ്ങളുടെ പണമെടുത്ത് അടിച്ചു മാറ്റി കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്ന എത്ര ഉദാഹരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊരെണ്ണം മാത്രമാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഈ കനലൊക്കെ ചാരം മൂടി കിടന്നാലും ഒരിക്കൽ പുറത്തു വരും. ഏതായാലും നമുക്കതിനകത്ത് വലിയ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ആദ്യമായി ഇന്ത്യയിലെ പ്രേക്ഷകരോട്, ഇന്ത്യയിലെ ജനങ്ങളോട് ഇത് പറയാൻ ഈ കുഞ്ഞു ചാനലിന് കഴിഞ്ഞു എന്നത് വലിയ സന്തോഷകരമാണ്. അഭിമാനമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ വിവാദമായി മാറുകയാണ്. ABC അഭിമാനത്തോടെ അത് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ
ചാരിതാർത്ഥ്യത്തോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.